നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളിലെ വാർത്തകളും വിശേഷങ്ങളുമായി മിഡിസ്റ്റ് അവർ ആരംഭിക്കുന്നു. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. മക്ക നഗരം ഹജ്ജിന്റെ തിരക്കിലേക്ക്. മക്കയിലേക്കുള്ള പ്രവേശന നിയന്ത്രണം പ്രാബല്യത്തിൽ. ഈ ആഴ്ച മുതൽ ഹാജിമാർ മക്കയിലെത്തി തുടങ്ങും. ഇന്ത്യൻ ഹാജിമാർ മെയ് 9 മദീനയിലെത്തും. ഒമാനിൽ തുടർച്ചയായി പെയ്യുന്ന മഴയ്ക്ക് ശമനം. ദുബൈ വിമാനത്താവളം സാധാരണ നിലയിലേക്ക് മടങ്ങി. ഇന്നലെ മഴയിൽ റദ്ദാക്കിയത് 13 വിമാനങ്ങൾ. ഫലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ ഖത്തറിൽ ചികിത്സയിലുള്ള ഗസക്കാരെ സന്ദർശിച്ചു. സിദ്ര മെഡിസിൻ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി ഗസക്കാരുടെ ആത്മവീര്യത്തെ പ്രശംസിച്ചു. ഖത്തർ അന്താരാഷ്ട്ര സഹകരണ മന്ത്രി ലുൽവ അൽ ഖാത്തറിനൊപ്പമാണ് ഫലസ്തീൻ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് മുസ്തഫ സിദ്ര ആശുപത്രി സന്ദർശിച്ചത്. ഗസയിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള ഫലസ്തീനികളുമായി അദ്ദേഹം കുശലാന്വേഷണം നടത്തി. ഫലസ്തീനികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ ഖത്തർ അതിന്റെ പരമാവധി ശ്രമങ്ങൾ നടത്തുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. അതീവ ദയനീയമായ സാഹചര്യങ്ങളിൽ ഖത്തറിലെത്തിയവർ ഇപ്പോൾ സുഖം പ്രാപിച്ചു തുടങ്ങിയിരിക്കുന്നു. ഖത്തറിന്റെ കരുതലിനും സഹായത്തിനും അദ്ദേഹം നന്ദി പറഞ്ഞു. ഒരു നാൾ ഇതിനെല്ലാം പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കട്ടെയെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഗസയിൽ ഗുരുതരമായി പരിക്കേറ്റ 1500 പേരുടെ ചികിത്സ ഖത്തർ ഏറ്റെടുത്തിരുന്നു. മീഡിയ 1 ദോഹ. ഗസയിൽ മെഡിക്കൽ സഹായം തുടർന്ന് കുവൈത്തിലെ മെഡിക്കൽ സംഘം. കഴിഞ്ഞ ദിവസം ഖാൻ യൂണിസിലെ യൂറോപ്യൻ ആശുപത്രിയിലും റഫാ സിറ്റിയിലെ കുവൈത്ത് സ്പെഷ്യലൈസ്ഡ് ആശുപത്രിയിലും 40 ശസ്ത്രക്രിയകൾക്ക് സംഘം നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ കൂടുതൽ ശസ്ത്രക്രിയകൾ നടത്തുമെന്ന് മെഡിക്കൽ ഡെലിഗേഷൻ മേധാവി ഒമർ അൽ തുവൈബി പറഞ്ഞു. 5 ടണ്ണോളം ഭക്ഷണ സാമഗ്രികളും കുട്ടികൾക്കുള്ള അവശ്യ വസ്തുക്കളടങ്ങിയ ദുരിതാശ്വാസ വാഹന വ്യൂഹം അടക്കം വടക്കൻ ഗസയിലേക്ക് അയച്ചു. കുടിവെള്ളക്ഷാമം മൂലം ദുരിതമനുഭവിക്കുന്ന അഭയാർത്ഥികൾക്ക് വെള്ളവും ശുചിത്വ സഞ്ചികളും കൈമാറുമെന്ന്, ജനങ്ങൾക്ക് ചൂടുള്ള ഭക്ഷണം എത്തിക്കുമെന്നും സൊസൈറ്റി ദുരിതാശ്വാസ പദ്ധതികളുടെ തലവൻ മഹ്മൂദ് അൽ മെസ്ബ പറഞ്ഞു. ചൊവ്വാഴ്ചയായിരുന്നു കുവൈത്ത് മെഡിക്കൽ സംഘം ഗസയിലെത്തിയത്. ഹജ്ജിന് മുന്നോടിയായി മക്കയിലേക്ക് പ്രവേശന നിയന്ത്രണം പ്രഖ്യാപിച്ചു. നാളെ മുതൽ മക്കയിലേക്ക് ഹജ്ജ്, ഉംറ പെർമിറ്റോ വർക്ക് പെർമിറ്റോ ഇല്ലാതെ പ്രവേശനം നൽകില്ല. ഈ ആഴ്ച മുതൽ മക്കയിലേക്ക് ഹാജിമാർ എത്തുന്ന സാഹചര്യത്തിലാണ് നീക്കം. ഇന്ത്യൻ ഹാജിമാരുടെ ആദ്യ സംഘം ഈ മാസം 9-നെത്തും. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ഈ ആഴ്ച മുതൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹാജിമാർ മക്കയിലേക്ക് എത്തും. ഈ സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഹജ്ജ് പെർമിറ്റ്, ഉംറ പെർമിറ്റ്, മക്ക ഇക്കാമ, മക്കയിൽ ജോലിയുള്ളവർക്ക് നൽകുന്ന പ്രത്യേക പെർമിറ്റ് എന്നിവയില്ലാത്തവർക്ക് മക്കയിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. പൊതുസുരക്ഷാ വിഭാഗമാണ് ഇക്കാര്യം അറിയിച്ചത്. ഹജ്ജ് സീസണിൽ മക്കയിലേക്ക് പ്രവേശിക്കാൻ പ്രവാസികളടക്കമുള്ളവർക്ക് എൻട്രി പെർമിറ്റുകൾ ഓൺലൈനിൽ ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. മക്ക ആസ്ഥാനമായുള്ള സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കാണ് ഇത്തരത്തിൽ അനുമതി നൽകുക. അറഫ, മിന, മുസ്തലിഫ ഉൾപ്പെടെ പുണ്യസ്ഥലങ്ങളിൽ സീസണൽ ഡ്യൂട്ടിയുള്ളവർക്കും പെർമിറ്റ് ലഭിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമായ അബ്ഷർ, മുഖീം പോർട്ടലുകൾ വഴിയാണ് പെർമിറ്റുകൾ ലഭ്യമാവുക. ഇതിനായി ജവാസാത്ത് ഓഫീസുകളിൽ നേരിട്ട് സന്ദർശിക്കേണ്ടതില്ല. ഉംറ വിസയിൽ സൗദിയിലെത്തിയവർ മടങ്ങേണ്ട അവസാന തീയതി ജൂൺ 6 ഇതിനുശേഷം ഉംറ വിസക്കാർ സൗദിയിൽ തുടരാൻ പാടില്ല. ജൂൺ 6 ശേഷം മക്കയിലേക്ക് ഹാജിമാരല്ലാത്തവർക്കും ഹജ്ജ് ജോലിയില്ലാത്തവർക്കും ശക്തമായ നിയന്ത്രണമുണ്ടാകും. ഹജ്ജ് പെർമിറ്റില്ലാതെ പിടികൂടിയാൽ ജൂൺ 6 ശേഷം പിഴയും നാടുകടത്തലുമാണ് ശിക്ഷ. ഈ മാസം 9 ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം മദീനയിലെത്തുക. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് സംഘം ഈ മാസം 26 സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പിലെ ഹാജിമാർ ഇതിനു മുന്നേ എത്തും. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1 മക്ക. കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ 13 വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നുവെന്ന് ദുബൈ വിമാനത്താവളം അധികൃതർ അറിയിച്ചു. ഇന്നലെ ഉച്ചയോടെ തന്നെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് മടങ്ങിയെന്നും അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ നിർത്തിവെക്കേണ്ടി വന്ന പല സർവീസുകളും UAE-യിലെ വിവിധ എമിറേറ്റുകൾ പുനരാരംഭിച്ചു. ദുബൈ വിമാനത്താവളത്തിൽ മഴ കാരണം 13 വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. 5 വിമാനങ്ങൾ തിരിച്ചുവിടേണ്ടി വന്നു. എന്നാൽ അതിവേഗം പഴയ രീതിയിൽ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിഞ്ഞതായി വിമാനത്താവളം അധികൃതർ വ്യക്തമാക്കി. ഷാർജയിൽ നിന്നുള്ള ഇന്റർസിറ്റി ബസ്സുകൾ ഇന്നു മുതൽ സർവീസ് പുനരാരംഭിച്ചു. ദുബൈയിൽ നിന്നുള്ള ഇന്റർസിറ്റി ബസ്സുകൾ ഇന്നലെ തന്നെ സർവീസ് തുടങ്ങിയിരുന്നു. മറൈൻ സർവീസുകൾ സാധാരണ നിലയിലേക്ക് മടങ്ങിയതായി RTA അറിയിച്ചു. മിക്ക റോഡുകളിൽ നിന്നും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. മിക്ക എമിറേറ്റുകളിലെയും ഗതാഗതം സാധാരണ നിലയിലേക്ക് മടങ്ങിയെന്നും അധികൃതർ പറഞ്ഞു. മീഡിയ 1 ദുബായ്.
കുവൈത്തിൽ ഈ ആഴ്ച മിതമായ ചൂടുള്ള കാലാവസ്ഥയായിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീരപ്രദേശങ്ങളിൽ ഈർപ്പവും ഇടയ്ക്കിടെയുള്ള മഴയും ഉണ്ടാകും. പകൽ ചൂട് ശരാശരി 34 മുതൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും. രാത്രിയിൽ താപനില 22 മുതൽ 24 ഡിഗ്രി വരെ ആയിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ജനറൽ അബ്ദുൽ അസീസ് അൽ ഹരാവി പറഞ്ഞു. 2022 അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം UAEയിൽ റോഡ് അപകട മരണങ്ങൾ വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ. ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 3% വർധനയാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത്. റോഡ് ഉപയോക്താക്കളുടെ നിയമലംഘനവും മോശം പെരുമാറ്റവുമാണ് അപകടങ്ങൾക്കു പ്രധാന കാരണം. 2022 343 അപകടമരണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ കഴിഞ്ഞ വർഷം 352 മരണങ്ങളാണുണ്ടായത്. എന്നാൽ 2021 അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം 8% കുറവുണ്ട്. 2021 381 അപകടമരണങ്ങളാണ് സംഭവിച്ചത്. അപകടങ്ങൾ കുറയ്ക്കുന്നതിന് രാജ്യത്ത് വിവിധ സംരംഭങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട്. 2022 എക്കാലത്തെയും ഏറ്റവും കുറഞ്ഞ മരണനിരക്കിനടുത്താണ് രേഖപ്പെടുത്തിയിരുന്നത്. 2008 1000-ലേറെ അപകടമരണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 67% കുറവാണുണ്ടായത്. 15 വർഷത്തിനിടെയാണ് വലിയ മാറ്റം രാജ്യത്ത് സാധ്യമായത്. എന്നാൽ കഴിഞ്ഞ വർഷം ചെറിയ വർധനവ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ റോഡ് സുരക്ഷയിൽ തുടർന്നും ശ്രദ്ധ വേണമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വരുത്തുന്നത് 19-നും 29-നും ഇടയിൽ പ്രായമുള്ളവരാണ്. കൂടുതൽ ബോധവൽക്കരണവും ശ്രദ്ധയും യുവതയ്ക്ക് ആവശ്യമാണെന്നും ഇത് വ്യക്തമാക്കുന്നു. 15% വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നത് പുതിയ ലൈസൻസ് നേടിയ ഡ്രൈവർമാരാണെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു. മീഡിയ 1 ദുബായ്. ഒമാനിൽ തുടർച്ചയായി പെയ്യുന്ന മഴയ്ക്ക് വെള്ളിയാഴ്ചയോടെ ശമനമുണ്ടായി. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഒമാനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കനത്ത മഴയാണ് ലഭിച്ചത്. ഒമാനിൽ കാലാവസ്ഥ ദുർബലമായതിനാൽ ഗവർണറേറ്റുകളിലെ ഉപകമ്മിറ്റികൾ ഉൾപ്പെടെ നാഷണൽ സെന്റർ ഫോർ എമർജൻസി മാനേജ്മെന്റിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. ദോഫാർ, അൽവുസ്ത, തെക്കൻ ഷർക്കിയ എന്നീ ഗവർണറേറ്റുകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. വിവിധ വകുപ്പുകളുമായി ഏകോപിച്ച് റോഡിലെ തടസ്സങ്ങളും മണ്ണും കല്ലും മറ്റും അധികൃതർ നീക്കിത്തുടങ്ങി. റോയൽ ആർമി ഓഫ് ഒമാൻ യൂണിറ്റുകൾ മഴബാധിത പ്രദേശങ്ങളിൽ വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തി. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച പെയ്ത മഴയിൽ ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. അൽവുസ്ത ഒഴികെയുള്ള എല്ലാ ഗവർണറേറ്റുകളിലെയും സ്കൂളുകളിൽ ഓൺലൈനായിരുന്നു പഠനം. മുവാസലാത്ത് ഇന്റർസിറ്റി ബസ് സർവീസ് ചില റൂട്ടുകളിൽ റദ്ദാക്കി. സീബ്, സുവൈക്ക്, മുസന്ന, ബുറൈമി, റുസ്താക്ക്, ഷിനാസ് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലാണ് സാമാന്യ ഭേദപ്പെട്ട മഴ ലഭിച്ചത്. വാദികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിൽ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി ആഭ്യന്തര മന്ത്രാലയം. കഴിഞ്ഞ ദിവസം രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി നടന്ന പരിശോധനയിൽ ലഹരിക്കടത്തും വിൽപ്പനയും നടത്തിയ 18 പേർ പിടിയിലായി. പ്രതികളുടെ കയ്യിൽ നിന്ന് 20 കിലോ വിവിധ മയക്കുമരുന്നുകളും 11,800 സൈക്കോട്രോപിക് ഗുളികകളും ആയുധങ്ങളും പിടിച്ചെടുത്തു. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ നാർക്കോട്ടിക്സിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കുറ്റം സംബന്ധിച്ച പ്രതികളെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. സംശയാസ്പദമായ കാര്യങ്ങൾ കണ്ടാൽ എമർജൻസി നമ്പറായ 112 അല്ലെങ്കിൽ നാർക്കോട്ടിക് കൺട്രോൾ ഹോട്ട്ലൈൻ നമ്പറിലോ അറിയിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈത്തിലെ മിസ്കാൻ ദ്വീപിൽ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചുമാറ്റി. ഉപപ്രധാനമന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അസബാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത്. കോസ്റ്റ് ഗാർഡിന്റെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് നടപടികൾക്ക് നേതൃത്വം നൽകിയത്. രാജ്യത്തെ പ്രധാന ദ്വീപായ ബുബിയാൻ ദ്വീപിന്റെ തെക്ക് ഭാഗത്തായാണ് മിസ്കാൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കുവൈത്തിൽ നിന്ന് 24 കിലോമീറ്റർ ദൂരെയുള്ള മിസ്കാൻ ദ്വീപ് ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ളതാണ്. ദുബൈയിൽ കുട്ടികൾക്ക് ഇമാം പരിശീലനം നൽകാൻ ഇമാം അൽ ഫരീജ് പദ്ധതിക്ക് തുടക്കമായി. റമദാനിൽ ദുബൈ കിരീടാവകാശിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. പുതുതലമുറയ്ക്ക് ഇസ്ലാമിക സാംസ്കാരിക മൂല്യങ്ങൾ പകർന്നു നൽകി അവരെ നയിക്കാൻ പ്രാപ്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഇമാം അൽ ഫരീജ് എന്ന പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ദുബൈയിലെ 70 പള്ളികളിൽ കുട്ടികളെ പരിശീലിപ്പിക്കാൻ സൗകര്യമൊരുക്കും. 6 വയസ്സു മുതൽ 21 വയസ്സുവരെയുള്ളവർക്ക് ഈ പദ്ധതി പ്രകാരം ഇമാമായി പ്രവർത്തിക്കാൻ പരിശീലനം ലഭിക്കും. നേരത്തെ മുഅദ്ദിൻ അൽ ഫരീജ് എന്ന പേരിൽ കുട്ടികളെ ബാങ്ക് വിളിക്കാൻ പരിശീലനം നൽകുന്ന പദ്ധതിയും ദുബൈ നടപ്പാക്കിയിരുന്നു. മീഡിയ 1 ദുബായ്. ഖത്തറിലെയും ഇന്ത്യയിലെയും നിക്ഷേപ സാധ്യതകൾ പരിചയപ്പെടുത്തി ബിസിനസ് സംഗമം സംഘടിപ്പിച്ചു. ഖത്തറിലെ മലയാളി സംരംഭകരുടെ കൂട്ടായ്മയായ കേരള ബിസിനസ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. ദോഹയിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ
ഇന്ത്യയിലും ഖത്തറിലുമുള്ള നിക്ഷേപ സാധ്യതകളാണ് ചർച്ചയായത്. ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡികൾ, നികുതി ഇളവുകൾ, സഹായധനങ്ങൾ എന്നിവയെക്കുറിച്ചും വിവിധ സെഷനുകൾ നടന്നു. And this is not the first time we are doing. First thing we done a conclave basically focusing on Kerala. ഇത് രണ്ടാമത് വന്നത് നമ്മൾ പാസേജ് ടു ആഫ്രിക്ക എന്ന് പറയുന്ന 5 ആഫ്രിക്കൻ അംബാസിഡേഴ്സിനെ ഒരു പാനലിൽ കൊണ്ടുവന്ന ഒരു ഇവന്റ് നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുറേ ആളുകൾ ആഫ്രിക്ക, ടാൻസാനിയ വിസിറ്റ് ചെയ്യുകയും കുറേ ബിസിനസ് തുടക്കം ഇടുകയൊക്കെ ചെയ്തിരുന്നു. ഇത് മൂന്നാമത്തെ ഇതായിട്ട് നമ്മൾ ഖത്തറിലുള്ള ഖത്തർ വിഷൻ 2030 ആയിട്ട് അലൈൻ ചെയ്തുകൊണ്ട് കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയുണ്ട്. അത് കൂടാതെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് ഗ്രാൻഡ് തോട്ടൻ ആസ് നോളജ് പാർട്ണറിലൂടെ ഒത്തിരി പ്രോജക്റ്റുകൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും, ബോത്ത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. പിന്നെ ഓരോ ബിസിനസ്സിനും ഓരോ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ. അതിപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയല്ല മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ളത്. കേരളത്തിൽ നന്നായി പറ്റുന്ന പല കാര്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങൾ പറ്റണമെന്നില്ല. അതേപോലെ ചില കാര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളായിരിക്കും ബെറ്റർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 8 സംസ്ഥാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ബിസിനസ് കണക്ട് 2023 എന്ന രീതിയിൽ ചെയ്തേക്കുന്നത്. ഇൻവെസ്റ്റ് ഖത്തറിനെ പ്രതിനിധീകരിച്ച മുഹമ്മദ് അൽ ഇമാദി, ഖത്തർ ഫിനാൻഷ്യൽ സെന്ററിന്റെ പ്രതിനിധിയായി മുഹമ്മദ് ജാസിം അൽ കുവാരി, വോഡഫോൺ ബിസിനസ്സിൽ നിന്നും മുഹമ്മദ് അൽ യഫായി, ഖത്തർ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്കിൽ നിന്നും വികാസ് സനന്ദ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഇന്ത്യൻ അംബാസഡർ വിപുൽ ഉദ്ഘാടനം ചെയ്തു. KBF പ്രസിഡന്റ് അജി കുര്യാക്കോസ് അധ്യക്ഷനായിരുന്നു. KBF കണക്ട് കൺവീനർ കിമി അലക്സാണ്ടർ, ജനറൽ സെക്രട്ടറി മൻസൂർ മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 ദോഹ. തൊഴിലാളികൾക്ക് മുതലാളിമാരായി വിലസാൻ അവസരമൊരുക്കി UAE-യിലെ മലയാളി കമ്പനിയുടെ വേറിട്ട മെയ് ദിനാഘോഷം. ആഡംബര കാറിൽ ദുബായ് നഗരം ചുറ്റി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അന്തിയുറങ്ങിയ തൊഴിലാളികൾക്കും തൊഴിലാളി ദിനം അവിസ്മരണീയമായി. കോടികൾ വിലയുള്ള ഫെറാറി, ലംബർഗിനി, ബെൻലി, അങ്ങനെ എണ്ണം പറഞ്ഞ ആഡംബര കാറുകൾ. കോട്ടും സ്യൂട്ടും ധരിച്ച് ആ കാറുകളിൽ അവർ ദുബായ് നഗരത്തിലൂടെ കറങ്ങി നടന്നു. വൈകുന്നേരം ആഡംബര നൗകയിൽ DJ പാർട്ടി. രാത്രി 5 സ്റ്റാർ ഹോട്ടലിൽ താമസം. കോടീശ്വരന്മാരെ പോലെ അങ്ങനെ 16 നിർമ്മാണ തൊഴിലാളികൾ. ഷാർജ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വേൾഡ് സ്റ്റാർ ഹോൾഡിംഗ് എന്ന സ്ഥാപനമാണ് ഈ തൊഴിലാളികളുടെ മെയ് ദിനം സ്വപ്നതുല്യമായ ദിനമാക്കി മാറ്റിയത്. लाइफ में पहली बार ऐसा ट्रिप घूमा है. सूट, मेरी ड्रेस, जब मैं आया तो मेरे को नहीं मालूम था कि मैं ऐसा भी नसीब होगा. பார்த்து எல்லா இடங்களும் சுற்றி பார்த்துட்டு திருப்பி ஹோட்டலில் வந்திருக்கோம். 5 ஸ்டார் ஹோட்டலில் வந்துட்டு நைட்டு ராத்திரி வந்து அங்கே தங்கியிருந்தோம். अच्छा 5 स्टार होटल में बहुत मजा कर रहा हम लोग. നിരവധി 5 സ്റ്റാർ ഹോട്ടലുകളുടെ നിർമ്മാണ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായി അത്തരമൊന്നിൽ താമസിക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദവും തൊഴിലാളികൾ മറച്ചുവെച്ചില്ല. நாங்கள் 120 ஃப்ளோரு 100 ஃப்ளோரு இதுமாதிரி பெரிய பெரிய பில்டிங்லாம் வேலை எடுத்து இதேமாதிரி நாங்கள் வந்து தங்கிட்டு இல்லை. இது கம்பெனி எங்களுக்கு கொடுத்து தங்க சொல்லியிருக்கு. நல்ல இது மகிழ்ச்சியாக இருக்கும். തൊഴിൽ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച 16 പേർക്ക് കൂടുതൽ പ്രചോദനം നൽകാനാണ് ഒരു ദിവസത്തെ കോടീശ്വരൻ എന്ന പേരിൽ ഇത്തരമൊരു പദ്ധതി ഒരുക്കിയതെന്ന് വേൾഡ് സ്റ്റാർ MD ഹസീന നിഷാദ് പറഞ്ഞു. മികച്ച തൊഴിലാളികൾക്കുള്ള ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡുകളും അവർ വിതരണം ചെയ്തു. മുമ്പും തൊഴിലാളി ദിനം കമ്പനി സമാനമായ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട്. ഈ വർഷം കമ്പനിയിലെ നിർമ്മാണ തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ സഹായം നൽകുമെന്ന് കമ്പനി ചെയർമാൻ നിഷാദ് ഹുസൈൻ പറഞ്ഞു. മീഡിയ 1 ദുബായ്. അബുദാബിയിൽ ആഴ്ചകൾക്ക് മുൻപ് കാണാതായ മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ ഒരുമനയൂർ സ്വദേശി ഷമീലാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. മാർച്ച് 31 മുതൽ ഇദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. പോലീസ് അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസം അബുദാബി മുസഫയിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം ബനിയാസ് മോർച്ചറിയിലേക്ക് മാറ്റിയതായി പോലീസ് സ്ഥാപനമുടമകളെ അറിയിച്ചു. അബുദാബിയിൽ അക്കൌണ്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു ഷമീൽ. കണ്ണൂർ സിറ്റി നിവാസികളുടെ കുടുംബസംഗമം ഖൽബാണ് സിറ്റി എന്ന പേരിൽ ദുബൈയിൽ നടന്നു. അജ്മാൻ രാജകുടുംബാംഗം ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമി ഉദ്ഘാടനം ചെയ്തു. മേജർ ഒമർ മുഹമ്മദ് സുബൈർ അൽ മർസൂഖി, സലാ അൽ അൻസാരി, മുഹമ്മദ് അൽ ബഹ്റൈനി, അബ്ദുള്ള അൽ ജഫാലി തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ ഷെരീഫ്, സജില സലിം, സലീൽ സലിം എന്നിവർ നയിച്ച ഗാനമേളയും കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. 3000-ലേറെ പേർ സംബന്ധിച്ചു. റുഷ്ദി ബിൻ റഷീദ്, ഇക്ബാൽ TK എന്നിവർ നേതൃത്വം നൽകി.
മാധ്യമ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്ന് മാധ്യമം എഡിറ്റർ VM ഇബ്രാഹിം സൗദിയിൽ ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകാലങ്ങളെപ്പോലെ പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ലെന്നും മാധ്യമ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നിലവിൽ ഇന്ത്യയിലുള്ളതെന്നും മാധ്യമം എഡിറ്റർ VM ഇബ്രാഹിം പറഞ്ഞു. കോപ്പികളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും അച്ചടി മാധ്യമങ്ങൾക്ക് ഇന്ത്യയിൽ ഇപ്പോഴും അനുകൂല സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മാധ്യമം എഡിറ്റർ. ദീർഘകാലം ജിദ്ദയിൽ മാധ്യമ പ്രവർത്തകനായിരുന്ന VM ഇബ്രാഹിം പഴയകാല സഹപ്രവർത്തകരെ കാണാനായതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. നാട്ടിലെയും ഗൾഫിലെയും മാധ്യമ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രവാസികളായ മാധ്യമ പ്രവർത്തകർ സ്വീകരിക്കേണ്ട കരുതലുകളെക്കുറിച്ചും പരസ്പരം ചർച്ച ചെയ്തു. ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് സാദിഖ് അലി തുവ്വൂർ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി സുൽഫി റോദായി സ്വാഗതവും ട്രഷറർ സാബിത് സലീം നന്ദിയും പറഞ്ഞു. മീഡിയ 1 ജിദ്ദ. സൗദിയിൽ ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൽ ഇസ്ലാമിക് ഫാമിലി എക്സിബിഷൻ ആരംഭിച്ചു. കുടുംബജീവിതത്തിന്റെ പ്രാധാന്യവും പുതുതലമുറയെ ബാധിച്ചിരിക്കുന്ന ആധുനിക ദുരന്തങ്ങളുടെ വ്യാപ്തിയും വിശദീകരിക്കുന്നതാണ് പ്രദർശനം. ഉത്തമ കുടുംബം എന്ന പേരിൽ നടക്കുന്ന പ്രദർശനം പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വൈവാഹിക ജീവിതവും കുടുംബ സംവിധാനവും വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന ആസൂത്രിതമായ പ്രചരണം വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഹുസ്രത്തുൽ അസന എന്ന പേരിൽ ഇന്റർനാഷണൽ ഇസ്ലാമിക് ഫാമിലി എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. കുടുംബ സംവിധാനങ്ങളെ തകർക്കാനും ലഹരി, ജെൻഡർ രാഷ്ട്രീയം, സ്വവർഗരതി എന്നീ ആധുനിക ദുരന്തങ്ങളിലേക്ക് പുതുതലമുറയെ ആകർഷിക്കാനും ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ പ്രവാസ ലോകത്ത് പോലും നടന്നുവരുന്നുണ്ടെന്ന് നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുടുംബ സംവിധാനങ്ങൾ തകരുന്നത് സാമൂഹിക സംവിധാനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടുംബം എന്ന സ്ഥാപനം തകർന്നു കഴിഞ്ഞാൽ സമൂഹമാണ് തകരുക. കാരണം കുടുംബം ഇല്ലെങ്കിൽ പിന്നെ അടുത്ത തലമുറയുടെ മാനസിക വൈകാരിക ആരോഗ്യമില്ലാവില്ല. മാനസികവും വൈകാരികവുമായ ആരോഗ്യമില്ലാത്തൊരു അടുത്ത തലമുറ എന്ന് പറഞ്ഞാൽ അത് സാമൂഹ്യ നാശത്തിനാണ് നിമിത്താവുക. ശക്തമായ കുടുംബ ബന്ധങ്ങളുടെ ആവശ്യകത, ഇസ്ലാമിക കുടുംബത്തിന്റെ പ്രാധാന്യം, ബാല്യം, കൗമാരം, യുവത്വം, വാർദ്ധക്യം തുടങ്ങിയ എല്ലാ അവസ്ഥകളെയും എങ്ങനെ ചേർത്തുപിടിക്കാമെന്ന് ലളിതമായി അവതരിപ്പിക്കുന്നതാണ് പ്രദർശനം. പ്രദർശനം കണ്ട് പൂർത്തിയാകുന്നതോടെ കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും കുടുംബജീവിതത്തിൽ മാതൃത്വം, പിതൃത്വം, വൈവാഹിക ജീവിതം എന്നിവയുടെ പ്രാധാന്യം മനസ്സിലാക്കാനും സാധിക്കും. മെയ് 3, 4, വെള്ളി, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മുതൽ രാത്രി 10 മണി വരെ മദീന റോഡിലെ മസ്ജിദ് മലിക് സൗദിന് സമീപമുള്ള ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിലാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1 ജിദ്ദ. ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെച്ച പാർക്കിംഗ് ഇടങ്ങൾ അനുവദിക്കുന്നതിന് പുതിയ വ്യവസ്ഥകളുമായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ഭിന്നശേഷിക്കാരായവർ വാഹനത്തിലില്ലെങ്കിൽ നിർദ്ദിഷ്ട പാർക്കിംഗ് മേഖല ഉപയോഗിക്കാനാകില്ല. വാഹനത്തിന് ഭിന്നശേഷി പെർമിറ്റ് ഉണ്ടെങ്കിലും ഭിന്നശേഷിയുള്ള ആൾ വാഹനത്തിലില്ലെങ്കിൽ പാർക്കിംഗ് അനുവദിക്കില്ല. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമലംഘനം രജിസ്റ്റർ ചെയ്യാനും പെർമിറ്റ് റദ്ദാക്കാനും ഗതാഗത വകുപ്പിന് അധികാരമുണ്ടായിരിക്കും. ഭിന്നശേഷി പെർമിറ്റ് വാഹനത്തിന്റെ മുൻവശത്തെ ചില്ലിൽ വ്യക്തമായി കാണുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കണം. ഏറ്റവും പുതിയ സാങ്കേതിക സവിശേഷതകളോടെയാണ് പുതിയ പെർമിറ്റ് ഫോർമാറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പൊതു ഇടങ്ങൾ, പാർക്കുകൾ, മാളുകൾ തുടങ്ങി തിരക്കേറിയ സ്ഥലങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് പ്രത്യേക പാർക്കിംഗ് ഏരിയ തയ്യാറാക്കി നൽകുന്നത്. ഇവിടെ മറ്റു വാഹനങ്ങൾ നിർത്തിയിടുന്നത് നിയമലംഘനവും കടുത്ത നടപടികൾക്ക് ഇടവരുത്തുന്നതുമാണ്. ഭിന്നശേഷിക്കാർക്ക് എല്ലായിടങ്ങളിലും മികച്ച പരിഗണന നൽകുന്ന രാജ്യമാണ് ഖത്തർ. ലോകകപ്പ് ഫുട്ബോളിനും ഏഷ്യൻ കപ്പിനും ഭിന്നശേഷിക്കാർക്കായി ഒരുക്കിയ സൗകര്യങ്ങൾ ലോക പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. മീഡിയ 1 ദോഹ. കുവൈത്തുമായുള്ള ഗൾഫ് ഇലക്ട്രിക്കൽ ഇന്റർ കണക്ഷൻ വിപുലീകരണ പദ്ധതി ഡിസംബറിൽ പൂർത്തിയാകും. പദ്ധതിയുടെ 75% ഇതിനകം പൂർത്തിയായതായും കുവൈത്ത് ഫണ്ട് ഫോർ അറബ് ഇക്കണോമിക് ഡെവലപ്മെന്റ് അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ആവശ്യമായ വൈദ്യുത കരുതൽ കുറയ്ക്കുക, അടിയന്തര സാഹചര്യങ്ങളിൽ സംയുക്ത കവറേജ് നൽകുക, വൈദ്യുതോർജ്ജ ഉൽപാദന ചെലവ് കുറയ്ക്കുക എന്നിവ ലക്ഷ്യം വെച്ചുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ് ഗൾഫ് ഇലക്ട്രിക്കൽ ഇന്റർ കണക്ഷൻ വിപുലീകരണ പദ്ധതി. GCC ഇന്റർ കണക്ഷൻ അതോറിറ്റിയുടെ ശൃംഖലയെ കുവൈത്തിലേക്ക് 4 വോൾട്ടേജ് സർക്യൂട്ടുകളിലൂടെ ബന്ധിപ്പിക്കും. വഫ്ര സ്റ്റേഷൻ ഗൾഫ് ഇന്റർ കണക്ഷൻ വിപുലീകരണ പദ്ധതികളുടെ പ്രധാന ഭാഗമാകും. മൊത്തം $270 മില്യൺ പദ്ധതിയുടെ ചെലവ്. കുവൈത്താണ് പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ്. പദ്ധതി പൂർത്തിയാകുന്നതോടെ കുവൈത്തിലെ വൈദ്യുതി ശൃംഖലയുടെ പിന്തുണാശേഷി ഏകദേശം 3500 മെഗാവാട്ടായി ഉയരും. മേഖലയിലെ സുസ്ഥിരമായ രീതിയിൽ ഊർജ്ജത്തെ പിന്തുണയ്ക്കുകയും ഊർജ്ജ ഉൽപാദന ചെലവ് കുറയ്ക്കുകയും ചെയ്യുകയെന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇന്റർ കണക്ഷൻ പ്രൊജക്ട് നടപ്പിലാക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി 2001 ഗൾഫ് സഹകരണ കൌൺസിൽ ഇന്റർ കണക്ഷൻ അതോറിറ്റി സ്ഥാപിതമായത്. മീഡിയ 1 കുവൈത്ത്.
ഏത് മതക്കാരനായാലും മാർക്സിസത്തെ വിശ്വസിച്ചാൽ പെട്ടുപോകുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പോലും മുഖ്യമന്ത്രിയുടെ ആളുകൾ BJP നേതൃത്വവുമായി ചർച്ച നടത്തുന്നു എന്നത് ചെറിയ പ്രശ്നമല്ല എന്നും ഷാജി പറഞ്ഞു. ബഹ്റൈനിൽ KMCC പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു KM ഷാജി. ആര് പറഞ്ഞാലും ഞാൻ പറയാം, മാർക്സിസത്തെ നിങ്ങൾ വിശ്വസിച്ചാൽ പെട്ടുപോകും. അവർ ചതിച്ചിട്ടേ ഉള്ളൂ വിശ്വാസങ്ങളെ, മതങ്ങളെ. CPM വടകരയിൽ ചെയ്തത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത കാര്യമാണെന്ന് ഷാജി പറഞ്ഞു. പ്രത്യാഘാതത്തെക്കുറിച്ച് ഒരു ആലോചന പോലും ഇല്ലാതെ മനുഷ്യരെ അകറ്റുകയാണ്. CPM വടകരയിൽ ചെയ്യുന്ന ഈ തോന്നിവാസത്തിന്റെ ആത്യന്തികമായ ഫലം എന്താണെന്ന് അറിയോ? വരാൻ പോണത്. എന്തിനാണ് ഇൻഡയറക്റ്റ് ആയിട്ട് CPM എന്ന് പറയുന്നത്? നേരിട്ട് പോയിട്ട് BJP പറയാലോ. ഏറ്റവും ശക്തമായ വർഗീയത പറയുന്ന BJPയിലേക്ക് പോകുന്നതല്ലേ നല്ലത്? ഒരു ചെറിയ ആലോചന പോലും ഇല്ലാതെ മനുഷ്യരെ അകറ്റാവുന്നതിന്റെ അങ്ങേ അറ്റത്തേക്ക് അകറ്റുകയാണ്. BJPയുമായി കൂട്ടുകെട്ടിനുള്ള ശ്രമം EP ജയരാജൻ തനിച്ച് നടത്തിയതല്ലെന്നും ഇതിന്റെ പിറകിൽ മുഖ്യമന്ത്രിയാണെന്നും മുഖ്യമന്ത്രിയുടെ കേസും മകൾ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന ഭയമാണെന്നും ഷാജി പറഞ്ഞു. കൃത്യമായ അഴിമതി, എന്നിട്ടത് മറക്കാൻ BJPയുമായി ഏറ്റവും ആസൂത്രിതമായ കൂട്ടുകെട്ട് നടത്തുകയാണ്. ഇത് EP ജയരാജൻ തനിച്ച് നടത്തിയതല്ല. ഇതിന്റെ പിറകിൽ മുഖ്യമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുടെ കേസുണ്ട്, മുഖ്യമന്ത്രിയുടെ മകൾ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന ഭയമുണ്ട്. TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM നേതാവ് PK കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഷാജി ആവർത്തിച്ചു. ഹരിതം 2024 എന്ന പേരിൽ KMCC ബഹ്റിൻ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് മനാമ KMCC ഓഡിറ്റോറിയത്തിൽ സംസാരിക്കുകയായിരുന്നു KM ഷാജി. മീഡിയ 1 ബഹ്റിൻ. അവധിക്ക് നാട്ടിൽ പോയ കുവൈറ്റ് പ്രവാസി നിര്യാതനായി. തൃശൂർ ചാവക്കാട് കടപ്പുറം പുന്നക്കച്ചാൽ പള്ളിക്ക് സമീപം താമസിക്കുന്ന മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. കുവൈത്തിൽ സ്വകാര്യ സ്ഥാപനത്തിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്തു വരികയായിരുന്നു. കുവൈറ്റ് KMCC തൃശൂർ ജില്ലാ മുൻ സെക്രട്ടറിയും നിലവിലെ കൌൺസിലറുമാണ്. ടെക്സസിൽ നടന്ന VX റോബോട്ടിക്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ കുവൈറ്റ് യൂണിവേഴ്സിറ്റി ടീം മികച്ച റോബോട്ട് അവാർഡ് നേടി. വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡ് അസോസിയേഷനാണ് മത്സരം സംഘടിപ്പിച്ചത്. ഏപ്രിൽ 25 മുതൽ മെയ് 4 വരെ നടക്കുന്ന മത്സരത്തിൽ ലോകമെമ്പാടുമുള്ള 120ഓളം ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. മേഖലയിൽ റോബോട്ട് അന്താരാഷ്ട്ര അവാർഡ് നേടുന്ന ആദ്യ അറബ് മിഡിൽ ഈസ്റ്റ് യൂണിവേഴ്സിറ്റി ടീമാണ് കുവൈറ്റ് സർവകലാശാല ടീം. ദുബായ് ഇസ്ലാമിക് ബാങ്ക് ലീഗൽ അഡ്വൈസറും സാമൂഹിക പ്രവർത്തകനുമായ തിരൂർ നടുവിലങ്ങാടി സ്വദേശി അഡ്വക്കേറ്റ് TK മുഹമ്മദ് അസ്ലമിന് നിയമത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചു. ബാങ്കിംഗ് ഇടപാടുകളിലെ കൃത്രിമങ്ങൾ, വ്യാജരേഖ ചമയ്ക്കൽ എന്നിവയെ അടിസ്ഥാനമാക്കി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇടപാടുകളെക്കുറിച്ച് ബാങ്കിംഗ് നിയമപഠനവും സർക്കാർ പ്രതികരണങ്ങളും എന്ന വിഷയത്തിലുള്ള പഠനത്തിനാണ് ഡോക്ടറേറ്റ്. 2018 രാജസ്ഥാനിലെ OPJ സർവകലാശാലയിൽ രജിസ്റ്റർ ചെയ്ത് ആരംഭിച്ച ഗവേഷണ പഠനം ഡോക്ടർ ദിനേശ് ബാബുവിന്റെ കീഴിലാണ് പൂർത്തിയാക്കിയത്. കുവൈത്തിലെ വെളിയങ്കോട് സ്വദേശികളുടെ കൂട്ടായ്മയായ കുവൈത്ത് കൂട്ടം വെളിയങ്കോട് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഫഹാഹിയിൽ യൂണിറ്റി സെന്ററിൽ നടന്ന പരിപാടിയിൽ ഷബീർ അധ്യക്ഷത വഹിച്ചു. കലാസദൻ ടീം അവതരിപ്പിച്ച ഗാനമേള, ക്വിസ് മത്സരം, നറുക്കെടുപ്പ് എന്നിവ ആകർഷകമായി. മത്സര വിജയികൾക്കായി മാംഗോ ഹൈപ്പർ മാർക്കറ്റ് സ്പോൺസർ ചെയ്ത സമ്മാനങ്ങൾ നൽകി. നറുക്കെടുപ്പിൽ മെഗാ സമ്മാനം ഫായിസ് വടക്കേപ്പുറം സ്വന്തമാക്കി. ആഷിഫ് റഹ്മത്തുള്ളയെ പ്രസിഡന്റായും ഹഫീഫ് മൊഹയെ ജനറൽ സെക്രട്ടറിയായും ഷബീറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. അല്ലായനിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം സ്വദേശി മരിച്ചു. തിരുനാവായ വൈരങ്കോട് സ്വദേശി അമീറാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ തവാം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അല്ലായനിലെ ഗ്രോസറി ജീവനക്കാരനാണ് അമീർ. മൃതദേഹം നാളെ നാട്ടിലെത്തിച്ച് ഖബറടക്കും. ഇനി വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില പരിശോധിക്കാം. ദുബായ് കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. റിയാദ് കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. ജിദ്ദ കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്. ദമാം കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. പനാമ കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്.
മസ്കത്ത് കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്. സലാല കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്. കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 22 രൂപ 24 പൈസ, UAE ദിർഹം 22 രൂപ 71 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 91 പൈസ, ഒമാനി റിയാൽ 216 രൂപ 65 പൈസ, കുവൈറ്റ് ദിനാർ 271 രൂപ 8 പൈസ, ബഹ്റൈൻ ദിനാർ 221 രൂപ 17 പൈസ. ബഹ്റൈനിൽ നീറ്റ് UGC പരീക്ഷ മെയ് 5-ന് ഇന്ത്യൻ സ്കൂൾ ഈസ ടൗൺ ക്യാമ്പസിൽ നടക്കും. പരീക്ഷാർത്ഥികൾ ബഹ്റൈൻ സമയം രാവിലെ 8:30-നും 11-നും ഇടയിൽ സെന്ററിൽ റിപ്പോർട്ട് ചെയ്യണം. രാവിലെ 11-ന് ശേഷം സെന്ററിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. കൂടുതൽ വിവരങ്ങൾക്ക് പരീക്ഷാർത്ഥികളും രക്ഷിതാക്കളും NTA വെബ്സൈറ്റിലും അഡ്മിറ്റ് കാർഡിലും ലഭ്യമായ നിർദ്ദേശങ്ങൾ വായിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ മിഡി സ്റ്റവർ പൂർണ്ണമാവുകയും